ഇന്നലെ മുതൽ കേരളക്കരയാകെ ആവേശത്തിലാക്കിയ പൂരനഗരി പ്രതിഷേധം വിരുമ്പുന്ന നഗരിയായി മാറുന്നു. കണിമംഗലം ശാസ്താവിന്റെ വരവോടെ തുടക്കമായ പൂരദിനത്തിൽ ആചാരപ്പെരുമയിൽ 8 ഘടകപൂരങ്ങളുടെയും എഴുന്നള്ളിപ്പും പൂർത്തിയാക്കി പൂരക്കാഴ്ചക്കാരെ ആവേശത്തിലാക്കി. തിരുവമ്പാടിക്കാരുടെ മടത്തിൽ വരവ്, പഞ്ചവാദ്യം, അത് കഴിഞ്ഞ ഇലഞ്ഞിത്തറ മേളം, കുടമാറ്റം, തെക്കോട്ടിറക്കം, അങ്ങനെ ഓരോ പൂരച്ചടങ്ങുകളും ഓരോ വർഷവും പുതിയ അനുഭവങ്ങളാണ്, ഓരോ കാഴ്ചകളാണ്. അങ്ങനെ പുതിയ അനുഭവങ്ങൾ അതിഭംഗിയോടുകൂടി പൂരനഗരിയിൽ ഓരോ ചടങ്ങുകളും അതിഗംഭീരമായി മുന്നോട്ട് പോകുന്നതിനിടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ വെടിക്കെട്ട് വലിയ ദൃശ്യാനുഭവമാണ്. ഈ ആകാശത്ത് ദൃശ്യങ്ങൾ കൊണ്ടും വർണ്ണങ്ങൾ കൊണ്ടും ശബ്ദങ്ങൾ കൊണ്ടും വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കെട്ട്, അത് ഓരോ പൂരപ്രേമിയുടെയും സ്വപ്നമാണ്. ആ കാഴ്ച കാണാൻ വേണ്ടിയുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന വെടിക്കെട്ടിന്റെ സാധ്യതകൾ പതിയെ മങ്ങുന്നു എന്ന ഒരു വാർത്തയാണ് പൂരനഗരിയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. 11 മണിയോടുകൂടി തന്നെ പോലീസ് ഈ പൂരനഗരിയിൽ ഈ ദൃശ്യാനുഭവം കാണാനാകുന്ന, അത് അനുഭവിക്കാനാകുന്ന എല്ലായിടത്തേക്കുമുള്ള എൻട്രികൾ, അതിൻ്റെ ആക്സസുകൾ, അങ്ങോട്ടുള്ള വഴികൾ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പൂരക്കാഴ്ച കാണാൻ, വെടിക്കെട്ട് കാണാൻ ഒരു വലിയ വിഭാഗം പൂരപ്രേമികൾക്കാകില്ല എന്നതിൻ്റെ അവരുടെ വികാരം കണക്കിലെടുത്തുകൊണ്ട് ഈ പൂര നടത്തിപ്പിൽ ഏറ്റവും പ്രധാനികളായ തിരുവമ്പാടി ദേവസ്വം ഞങ്ങൾ ഈ രാത്രിപൂരം നടത്താനില്ല, വെടിക്കെട്ടിനില്ല എന്നൊരു നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു നിലപാട് പ്രഖ്യാപനത്തിലൂടെ ചരിത്രത്തിലാദ്യമായി, ഓർമ്മയിൽ നിന്ന് പറയുകയാണെങ്കിൽ ചരിത്രത്തിലാദ്യമായി സമാനതകളില്ലാത്ത രീതിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെ വീഴ്ച, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൻ്റെ സുരക്ഷ ശക്തമാക്കി എന്നത്, അത് വീഴ്ച എന്ന് കൃത്യമായി ഈ ഘട്ടത്തിൽ പറയാനാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും ഈ പോലീസിൻ്റെ ഒരു സുരക്ഷാ സംവിധാനം അത് ജനങ്ങളുടെ ഒരു ദൃശ്യാനുഭവത്തെ ബാധിക്കുന്നു, അവരുടെ ഒരു വികാരത്തെ അത് ചെറിയ രീതിയിൽ കോട്ടം വരുത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് ഈ തിരുവമ്പാടി ദേവസ്വം അങ്ങനെ രാത്രിപൂരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രഖ്യാപനം നടത്തുന്നു. രാത്രി വൈകിയും ഈ തിരുവമ്പാടി ദേവസ്വത്തെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ പോലീസുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആചാരമാണ്, കൃത്യമായി ഓരോ ആചാരങ്ങൾ കഴിഞ്ഞ് അങ്ങനെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തേണ്ട ഒരു വർഷത്തിൻ്റെ ചടങ്ങ് ഇനി ഒരു തൃശ്ശൂർ പൂരത്തിന് ഒരു 12 മാസത്തെ, ഒരു വർഷത്തെ കാത്തിരിപ്പുണ്ട്. അങ്ങനെ ഓരോ ചടങ്ങുകളും ഭംഗിയെ നടക്കുന്നതിനിടെയാണ് ഒരു ചെറിയ കല്ലുകടി എന്ന രീതിയിൽ ഇപ്പോൾ പോലീസിന്റെ സുരക്ഷയിൽ അതല്പം കനത്തുപോയി എന്ന് ആരോപിച്ചുകൊണ്ട് തിരുവമ്പാടി ദേവസ്വം പിന്മാറിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഒന്നിച്ചുകൊണ്ട് ഒരു വെടിക്കെട്ടാണ് ഇത്തവണ ആസൂത്രണം ചെയ്തത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഒരു തിരുവമ്പാടി ദേവസ്വത്തിന്റെ കൂട്ടത്തിൽ പ്രധാനികളിൽ ഒരാളുടെ പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പാറമേക്കാവ് ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞതുപോലെ ആചാരമാണ്, ഒരു സാങ്കേതികത്വം അവിടെ ഉണ്ട്. അതുകൊണ്ട് വെടിക്കെട്ട് നടത്തും എന്ന് അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എപ്പോൾ നടത്തും, എങ്ങനെ നടത്തും എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തതയില്ല. അതേസമയം പാറമേക്കാവ് ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഒരു നിലപാടിനായുള്ള ഒരു കാത്തിരിപ്പ് കൂടിയായിരിക്കും. അനുനയം ഉണ്ടാവുമെങ്കിൽ നമ്മൾ നേരത്തെ ഓരോ പൂരപ്രേമിയും കാത്തിരുന്ന പോലെ തന്നെ ആ ദൃശ്യാനുഭവം അതേവർക്കും ആ അനുഭവം ഏവർക്കും കാണാനാകുമെന്ന പ്രതീക്ഷയിൽ, ആകാംക്ഷയിൽ അങ്ങനെ ഓരോ പൂരപ്രേമിയും കാത്തിരിക്കുകയാണ്. രാത്രി വൈകിയും പൂരനഗരിയിൽ ജനങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ഓരോ പൂരപ്രേമിയും അതേ ആവശ്യത്തിൽ അല്പം പ്രതീക്ഷയോടെ, അല്പം അനിശ്ചിതാവസ്ഥയുടെ ഒരു സങ്കടത്തോടു കൂടി അവിടെ തുടരുകയാണ്. ചില ഘട്ടങ്ങളിൽ ഈ പോലീസിന്റെ ഒരു പ്രതിഷേധം അതൊരു വൈകാരിക പ്രതിഷേധമായി മാറുമ്പോൾ പോലീസ് ഗോ ബാക്ക് വിളികൾ വരുന്നു. ആ പ്രതിഷേധങ്ങളിൽ ഗത്യന്തരമില്ലാതെ ചില ഘട്ടങ്ങളിൽ പോലീസിന് ലാത്തി വീശേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നു. ഈ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് കൂടി എടുത്താൽ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. തൃശ്ശൂർ പൂരം എന്നത് വൈകാരിക വിഷയം കൂടിയാണ്. വളരെ ഡിപ്ലോമാറ്റിക്കായി നയപരമായൊരു തീരുമാനത്തിൽ, ഒരു നയപരമായ ഒരു ഇടപെടൽ തന്നെയായിരിക്കും പോലീസിൻ്റെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടത്. രാത്രി വൈകിയും ഇപ്പോൾ സമയം ഏകദേശം 4 മണിയോട് എടുക്കുന്നു. 3 മണിക്കാണ് വെടിക്കെട്ട് പറഞ്ഞ സമയത്തിൽ നിന്നും 1 മണിക്കൂർ വൈകിയും അനിശ്ചിതത്വം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി എന്താകും? പൂരവെടിക്കെട്ട് ഉണ്ടാകുമോ? തിരുവമ്പാടി ദേവസ്വം ഇല്ലെങ്കിലും പാറമേക്കാവ് വിഭാഗം അതേ ശോഭയോടുകൂടി തന്നെ വെടിക്കെട്ട് നടത്തും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ആകാംക്ഷകൾ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന്, പൂരനഗരിയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, നേരത്തെ ചോദിച്ചതുപോലെ സൂരജ് സജി, അശ്വിൻ പാലായി അടക്കം ഞങ്ങൾ പ്രതിനിധികൾ പ്രേക്ഷകർക്ക് അതാത് വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പൂരനഗരിയിലുണ്ട്. ഇപ്പോഴും ജനങ്ങൾ അത് അവിടെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിഷേധത്തിന് ചെറിയ അയവ് വന്നിട്ടുണ്ട്, പക്ഷേ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഇപ്പോഴും ഓരോ പൂരപ്രേമിയും ആഗ്രഹിക്കുന്നത് തിരുവമ്പാടി ദേവസ്വം തിരികെ രാത്രിപൂരത്തിലേക്ക് പ്രവേശിച്ച് പൂരവെടിക്കെട്ടിന് ഒരുങ്ങും എന്നുള്ളത് തന്നെയാണ്. ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കളക്ടർ അടക്കം എത്തി ഈ അനുനയത്തുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പക്ഷെ ഒരൊറ്റ കാര്യം, അതായത് മുമ്പൊക്കെ ഈ
കാലാവസ്ഥ പ്രതികൂലമാകുമ്പോഴൊക്കെ വെടിക്കെട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി ഇത് മാറാനുള്ള സാധ്യത അത് വളരെ വലുതാണ്. കാരണം പോലീസ് എന്നത് സർക്കാരിൻ്റെ മിഷനറികൾ ഒന്നാണ്. ഈ മിഷനറി അത് അല്പം അവരുടെ സുരക്ഷ അധികരിച്ചു, ഈ ജനങ്ങളുടെ ദൃശ്യാനുഭവത്തെ ബാധിക്കുന്ന രീതിയിൽ അവരുടെ സുരക്ഷയെ അവർ ക്രമീകരിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ, അതായത് ഒരു മനുഷ്യനിർമ്മിത വീഴ്ച അല്ലെങ്കിൽ അത്തരത്തിലൊരു പാഴ്ച, അതീവ സുരക്ഷ ഒരുക്കി അത് വീഴ്ചയാണോ പാളിച്ചയാണോ എന്ന കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാനാവില്ലെങ്കിലും അത്തരത്തിൽ സുരക്ഷ അധികം കനത്തുപോയെന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടൊരു പ്രതിഷേധം, ആ പ്രതിഷേധമാണ് സമാനതയില്ലാത്ത രീതിയിൽ ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തെ രാത്രിപൂരത്തിൽ നിന്ന് പിന്മാറുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സൂരജ് നേരത്തെ ചോദിച്ചത് തന്നെയാണ്, അക്കാദമിക് പർപ്പസ് ചോദ്യം തന്നെയാണ്. പക്ഷേ ഓരോ ഘട്ടമായി ഓരോ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരുപാട് ചടങ്ങുകളുടെ ഒരു മിക്സ്ചറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരഞ്ഞിത്തറ മേളം കഴിയുന്നു, തെക്കോട്ടിറക്കം കഴിയുന്നു, കുടമാറ്റം കഴിയുന്നു, ആകാശപൂരം, പകൽപൂരം, ഉപജാതം ചൊല്ലിപ്പിരിൽ, അങ്ങനെ ഓരോ ഘട്ടമായുള്ള ചടങ്ങുകളാണ്. അതുകൊണ്ട് രാത്രിപൂരം എന്നത് ദൃശ്യാനുഭവത്തിന് അപ്പുറത്തേക്ക് ഒരു ആചാരം കൂടിയാണ്. അത്തരത്തിൽ ഈ ആചാരമില്ലാതെ, രാത്രിപൂരമില്ലാതെ, വെടിക്കെട്ടില്ലാതെ ഈ ഒരു പൂർത്തീകരണം തൃശ്ശൂർ പൂരത്തിന് ഉണ്ടാകുമോ സൂരജ്? സുഹേൽ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഓരോ ചടങ്ങുകളും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഓരോരോ ചടങ്ങുകളും, അതായത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പൂരവിളംബരം തുടങ്ങി പിറ്റേ ദിവസമുള്ള കടകപൂരങ്ങളുടെ വരവ്, അതോടൊപ്പം മടത്തിൽ വരവ്, ഇലഞ്ഞിത്തറ മേളം, അങ്ങനെ തുടങ്ങി ഓരോരോ ചടങ്ങുകളും പ്രിയപ്പെട്ടതാണ്. അതിൽ മടത്തിൽ വരവിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പോലീസും ദേവസ്വവും തമ്മിൽ ഒരു തർക്കത്തിലേക്ക് പോകുന്നത്. പിന്നാലെ ഈ ദേവസ്വം പൂരം തന്നെ നിർത്തിവെച്ചുകൊണ്ട് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇവർ ഈ ഒരു ആനയെ മാത്രം നിർത്തിക്കൊണ്ട് ആ ചടങ്ങ് മാത്രം പൂർത്തീകരിച്ചതിന് ശേഷം ഇവർ പിന്നീട് വെടിക്കെട്ട് നടത്താൻ തങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൂരം നിർത്തിവെക്കുന്ന ഒരു നിലപാടിലേക്ക് ഈ തിരുവമ്പാടി ദേവസ്വം പോയത്. എന്തായാലും കളക്ടറുമായി ഇപ്പോഴും ഈ ചർച്ച തുടരുന്നുണ്ട്. നമ്മൾ ഈ ചർച്ചയിലുള്ള ദേവസ്വത്തിന്റെ പ്രതിനിധികളുമായി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഇപ്പോഴും ഈ ചർച്ച തുടരുന്നു എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. പോലീസ് ആകട്ടെ ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഈ പൂരപ്പറമ്പിൽ ഒരു അനൗൺസ്മെന്റ് പോലീസ് നടത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം വെടിക്കെട്ട് നടക്കും. അതുകൊണ്ട് തന്നെ ഈ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന മേഖലയിൽ, അതായത് വെടിക്കെട്ടിനുള്ള ഗ്രൗണ്ടിൽ നിന്ന് ആളുകൾ മാറണം എന്ന സംബന്ധിച്ച് പോലീസിന്റെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം പ്രതിനിധികളുമായി സംസാരിച്ചു. അവർ പറയുന്നത് ഇതുവരെയും ഒരു തീരുമാനവും ആയിട്ടില്ല. പക്ഷെ കളക്ടറുമായി ചർച്ച തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ചർച്ചയിലിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. പക്ഷേ ഈ ചർച്ചയിൽ ഒരു അനുനയത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് നമ്മളും കണക്ക് കൂട്ടുന്നുണ്ട്. അനുനയം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. ഇത് പോലീസും ദേവസ്വവും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറണം. തൃശ്ശൂർ പൂരം അതിന്റെ ശോഭയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നൊരു ആഗ്രഹമാണ് ഈ ഘട്ടത്തിലും നമ്മളും മുന്നോട്ട് വെക്കുന്നത്. ഈ വാർത്ത നമ്മളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. പൂരം ഗംഭീരമായി തന്നെ കൊടിയിറങ്ങണം, പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ സമാപനം വെടിക്കെട്ട് നല്ല ഗംഭീരമായി നടത്തിക്കൊണ്ട് തന്നെ പൂരത്തിന് കൊടിയിറക്കുണ്ടാവണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് നമുക്കുമുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ദേവസ്വവും പോലീസും തമ്മിലുണ്ടായ തർക്കം, അതായത് ഇന്ന് ഈ നടുവിലാൽ ഉൾപ്പെടെയുള്ള മേഖലയിൽ ബാരിക്കേഡ് കെട്ടി പോലീസ് 11 മണിയോടുകൂടി ഈ റോഡുകൾ അടച്ചതാണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അത് തൃശ്ശൂർ റൗണ്ടിലേക്കുള്ള വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണമുണ്ട്. ഇതിന് പുറമെയാണ് ഈ പൂരം കാണാനെത്തിയ ആളുകളെ എല്ലാവരെയും ബാരിക്കേഡും അതുപോലെ തന്നെ വടം ഉപയോഗിച്ചും എല്ലാം തന്നെ കെട്ടി അടച്ചത്. ഇതോടുകൂടിയാണ് ഈ പോലീസും പൂരം കാണാനെത്തിയ ആളുകളും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. ആ സമയത്ത് നമുക്കറിയാൻ കഴിയുന്ന ഒരു പ്രകാരം തിരുവമ്പാടിയുടെ അടക്കമുള്ള ഭാരവാഹികൾ അടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നു. തങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകണം എന്നാവശ്യപ്പെടുന്നു. പക്ഷെ ആരെയും കടത്തിവിടേണ്ടതില്ല എന്നുള്ളതാണ് കമ്മീഷണർ നൽകിയ നിർദ്ദേശം. നിങ്ങൾ വേണമെങ്കിൽ കമ്മീഷണറുമായി സംസാരിക്കൂ എന്ന് ഇവരോട് പറഞ്ഞു എന്നുള്ളതാണ് ദേവസ്വം ഭാരവാഹികൾ പറയുന്നത്. അങ്ങനെ ദേവസ്വം ഭാരവാഹികളെ കടത്തിവിടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി തന്നെ അവിടെ വലിയ തർക്കം ഉണ്ടാവുകയും നടുവിലാലിൽ ലാത്തിച്ചാർജ് നടത്തുകയും ചെയ്തു. തിരുവമ്പാടിയുടെ കുത്തുവിളക്കെടുക്കുന്ന ആൾക്കുൾപ്പെടെ ഈ ലാത്തിച്ചാർജിൽ പരിക്കേറ്റു എന്നുള്ളതാണ് തിരുവമ്പാടി ദേവസ്വം ആരോപിക്കുന്നത്. തൊട്ടു പിന്നാലെയാണ് ഈ നടുവിലാലിലെ തന്നെ ഇവരുടെ ഈ പന്തലുണ്ട്, പന്തലിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് പോയത്. നടുവിലാലിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് പോയത്. അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോയി. തൊട്ടു പിന്നാലെ ആനയെ ഉൾപ്പെടെ പിൻവലിക്കുന്ന, അതായത് ഈ രാത്രി മടത്തിൽ വരവ് ചടങ്ങുണ്ടാകും. മടത്തിൽ വരവ് ആനയെ ഉൾപ്പെടെ പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ പ്രതിഷേധം പോയി. അതിനുശേഷമാണ് ഈ വെടിക്കെട്ട് തന്നെ നടത്താനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെടിക്കെട്ട് നിർത്തിവെച്ചുകൊണ്ട് തിരുവമ്പാടി ദേവസ്വം ഇത്തരത്തിലൊരു കടുത്ത നിലപാടിലേക്ക് പോയത്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതികരണം അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. എന്തായാലും തിരുവമ്പാടി ദേവസ്വം അല്പസമയത്തിനകം തന്നെ മാധ്യമപ്രവർത്തകരെ കാണും. തിരുവമ്പാടി ഓഫീസിൽ മാധ്യമപ്രവർത്തകരെ കാണും.
ാണ് അവർ അറിയിക്കുന്നത്. നമ്മളും ഇപ്പോൾ ഈ അവരുടെ പ്രതികരണം ലഭ്യമാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസും തിരുവമ്പാടി ദേവസ്വവും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യം. പൂരം വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്നു. ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാതെ, അതായത് ഈ മഴ സമയത്ത് ഈ വെടിക്കെട്ട് മാറ്റിവെച്ച അപൂർവം സന്ദർഭങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഇത്തരം ഒരു സുരക്ഷാ പ്രശ്നത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളുടെ പേരിൽ ഈ പൂര വെടിക്കെട്ട് മാറ്റിവെച്ച സംഭവമില്ല. നേരത്തെയും ഈ പൂര വെടിക്കെട്ട് മാറ്റിവെച്ച് ചടങ്ങുകൾ മാത്രമാക്കി നടത്തും എന്നൊക്കെ െങ്കിൽ പോലും പലപ്പോഴും അതെല്ലാം തന്നെ ഈ വാക്കുകളിൽ ഒതുങ്ങുകയും പിന്നീട് അനുനയ ചർച്ചകളിലൂടെ എല്ലാം അതിന് പരിഹാരം കാണുകയും ചെയ്യുന്നതായിരുന്നു പതിവ് രീതി. പക്ഷേ ഇന്ന് പക്ഷേ ആ ഒരു പതിവ് രീതിയിൽ നിന്നെല്ലാം മാറുന്നു. പകരം ദേവസ്വങ്ങളും പോലീസും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കടുത്ത നിലപാടിലേക്ക്, ഈ പൂരം നിർത്തിവെക്കുന്ന ഒരു നിലപാടിലേക്ക് ഇവരെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. എന്തായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസും ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം വെടിക്കെട്ട് നടക്കും, ഗ്രൗണ്ടിലുള്ള ആളുകൾ മാറണം എന്നൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. പക്ഷേ ദേവസ്വം ഭാരവാഹികളുമായി സംസാരിക്കുമ്പോൾ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളും ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം, ഒരു അനുനയ ചർച്ച അല്ലെങ്കിൽ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നൊരു ആഗ്രഹമാണ് നമുക്കുമുള്ളത്. അത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലെ തൽസ്ഥിതി എന്ത് എന്നത് സംബന്ധിച്ച് ദേവസ്വം ഭാരവാഹികളടക്കം മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ദേവസ്വം ഓഫീസിൽ തന്നെ, അതായത് തിരുവമ്പാടിയുടെ ദേവസ്വം ഓഫീസിൽ തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കും എന്ന് അല്പസമയത്തിനകം തന്നെ നമുക്ക് അവരുടെ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് പൂര വെടിക്കെട്ട് സംബന്ധിച്ച് ഇപ്പോഴും ഈ ജില്ലാ കളക്ടറുമായുള്ള ചർച്ച തുടരുകയാണ്. സുഖേഷ്, പ്രതീക്ഷയുടെ ചില കാഴ്ചകൾ തൃശൂർ പൂരനഗരിയിൽ നിന്ന് കാണുന്നുണ്ട്. പോലീസ് ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുന്നു, ആളുകളെ മാറ്റുന്നു, വെടിക്കെട്ടിനുള്ള സാധ്യത വീണ്ടും തെളിയുന്നു എന്ന് നമുക്ക് ചെറിയ പ്രതീക്ഷകൾ നൽകുന്ന കാഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. തിരുവമ്പാടി ദേവസ്വവും പോലീസും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്നിരുന്നാലും ഔദ്യോഗിക പ്രഖ്യാപനങ്ങളോ ഔദ്യോഗികമായ വിശദീകരണമോ ഔദ്യോഗികമായ തീരുമാനം അറിയിക്കലോ ഉണ്ടായിട്ടില്ലെങ്കിലും പോലീസ് അവിടെ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുന്നു. ഈ പടക്കസാമഗ്രികൾ അതിൻ്റെ പ്രിവ്യൂവിൽ വരുന്ന, അതിൻ്റെ പരിധിയിൽ വരുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വെടിക്കെട്ടിലൊരു ചെറിയ പ്രതീക്ഷ, വെടിക്കെട്ടുണ്ടാകുമെന്ന പ്രതീക്ഷ ചെറിയ രീതിയിൽ വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പാറമേക്കാവ് ദേവസ്വം വെടിക്കെട്ടുമായി മുന്നോട്ട് പോകുമെന്ന് അനൗദ്യോഗികമായി തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, ഔദ്യോഗികമല്ലെങ്കിലും. അതുകൊണ്ട് തന്നെ ഈ ഒരു വെടിക്കെട്ടുണ്ടാകും കാരണം എന്ന പ്രതീക്ഷ, ആ ഒരു ആകാംക്ഷയിൽ തന്നെയാണ് പൂരപ്രേമികളുള്ളത്. നമുക്കറിയുന്നത് പോലെ തൃശ്ശൂർ പൂരം എന്നാൽ മേളപ്പെരുമയും ആ വർണ്ണവിസ്മയവുമാണ്. അങ്ങനെ ആ മേളപ്പെരുമ അതിൻ്റെ ഉച്ചസ്ഥായിൽ കൊട്ടിക്കേറി വലിയ രീതിയിൽ ജനങ്ങളെ കോരിത്തെരിപ്പിച്ച രീതിയിൽ ജനങ്ങളെ വലിയ രീതിയിൽ ആവേശപുരയിലാക്കിയ കാഴ്ചകൾ നമ്മൾ പൂരനഗരിയിൽ നിന്ന് പകല് കണ്ടതാണ്. രാത്രിയുടെ ആവേശം അത് ആ വെടിക്കെട്ടാണ്, വർണ്ണവിസ്മയമാണ്. ആ വെടിക്കെട്ടും വർണ്ണവിസ്മയം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ അല്പം വൈകിയാണെങ്കിലും വരുന്നുണ്ട്. സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സൂരജ്, ഇപ്പോൾ ഒരു ദൃശ്യങ്ങളിലടക്കം പോലീസ് ആളുകളെ മാറ്റുന്നു, ഒരു അനുകൂലമായ ഒരു ദൃശ്യം വരുന്നു എന്ന് വേണം നിസ്സംശയം പറയാം. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണമില്ലെങ്കിൽ വെടിക്കെട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടുതലായി തരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് അറിയാനുള്ള കാര്യം, ഇപ്പോൾ ഏകദേശം 3 മണിക്ക് തീരുമാനിച്ച വെടിക്കെട്ടാണ്, 4 മണിയാകുന്നു. നേരം വെളുത്തു കഴിഞ്ഞാൽ ഈ വർണ്ണവിസ്മയത്തിൻ്റെ ദൃശ്യാനുഭവത്തിന് വലിയൊരു കോട്ടമുണ്ടാകും. ആ ഒരു അത്രത്തോളം ദൃശ്യാനുഭവം അനുഭവപ്പെടില്ല. അപ്പോൾ ഈ വൈകുന്ന ഓരോ മിനിറ്റുകളും മണിക്കൂറുകളും വിലപ്പെട്ടതല്ലേ സൂരജ്? സുഹൈൽ, നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടിന്റെ അനിശ്ചിതത്വം നീങ്ങുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ നമുക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ജില്ലാ കളക്ടറുമായുള്ള ചർച്ച അത് വിജയകരമായിരിക്കുന്നു. ജില്ലാ കളക്ടറുമായുള്ള ചർച്ച അത് അനുകൂലമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഇപ്പോൾ ഈ ദേവസ്വം ഭാരവാഹികൾ ഇപ്പോൾ ഈ തിരുവമ്പാടി ദേവസ്വത്തിനുള്ളിൽ യോഗം ചേരുകയാണ്. ഈ യോഗത്തിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുക. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ നിലപാട് എന്തായിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി അവരും മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകര് അവരുടെ വാക്കുകൾക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. എന്തായാലും പൂരം വെടിക്കെട്ട് സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങാനുള്ള ഒരു സാധ്യത, അതിനുള്ള വഴി തെളിയുന്നു എന്നുള്ളത് തന്നെയാണ്. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട്.
അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അടക്കം പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പിന്മേൽ ഈ പൂര വെടിക്കെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ അത് ഔദ്യോഗികമായി തന്നെ അവർ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അതിപ്പോൾ ചർച്ച നടത്തിയത് ചില പ്രതികളുമായി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവസ്വമായി മൊത്തം കൂടിയാലോചന നടക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം പോയത് ഈ കൂടിയാലോചനകൾക്ക് ശേഷമായിരുന്നു. അവർ അങ്ങനെ ഒരു നിലപാടിലേക്ക് അവർ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും അന്തിമമായ ഒരു തീരുമാനം. എന്തായാലും ആശ്വാസകരമായ വാർത്ത നമുക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂരം അതിന്റെ ഒരു ശോഭയും ഇടാതെ പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ പൂരം അതിന്റെ പരിസമാപ്തിയിൽ എത്തിക്കാൻ കഴിയും എന്നൊരു വാർത്തയാണ് നമുക്ക് ഈ നിമിഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പൂര വെടിക്കെട്ട് നിർത്തിവെച്ചതോടുകൂടി തിരുവമ്പാടി ദേവസ്വം പൂര വെടിക്കെട്ട് വേണ്ടതില്ല എന്ന് തീരുമാനിച്ചതോടുകൂടി തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ ഈ പൂരം വെടിക്കെട്ട് കാണാനുള്ള സ്ഥലത്തേക്കുള്ള തിരുവമ്പാടിയുടെ ഭാഗത്തുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ തുറന്നു കൊടുത്തിരിക്കുന്നു. എന്തായാലും ഈ മാധ്യമപ്രവർത്തകർ അല്പസമയത്തിനകം കാണും. നമുക്ക് സന്തോഷകരമായ വാർത്ത അത് തന്നെയാണ്. അതായത് പൂര വെടിക്കെട്ട് പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ദേവസ്വം ഭാരവാഹികൾ മാധ്യമപ്രവർത്തകരെ കാണും. ഇപ്പോൾ ഈ ദേവസ്വം ഓഫീസിനുള്ളിൽ യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. അതെ, സൂരജ് പറഞ്ഞതുപോലെ പ്രതീക്ഷയുടെ വാർത്തകൾ, പ്രതീക്ഷയുടെ ദൃശ്യങ്ങൾ പൂരനഗരിയിൽ നിന്ന് വരുന്നു. അനുനയമുണ്ടായിട്ടുണ്ട് എന്ന് വേണം ഒടുക്കം മനസ്സിലാക്കാൻ. ഔദ്യോഗിക സ്ഥിരീകരണമില്ല. തിരുവമ്പാടി ദേവസ്വം രാത്രി പൂരത്തിൽ നിന്ന് പിന്മാറിയ നടപടിയിൽ നിന്ന് പിന്നോട്ടു പോയി രാത്രി പൂരത്തിലേക്ക് വീണ്ടും ഇഴകിച്ചേർന്ന് പൂരനഗരിയെ വർണ്ണവിസ്മയത്തിലാക്കുന്ന വെടിക്കെട്ടിന് തിരുവമ്പാടി ദേവസ്വം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തരുന്ന വാർത്ത ഈ ഘട്ടത്തിൽ അനൗദ്യോഗികമാണെങ്കിലും വരുന്നുണ്ട്. സൂരജ്, ഈ പൂരം റിപ്പോർട്ട് ചെയ്ത ആളെന്ന രീതിയിൽ ഈ പൂരത്തെക്കുറിച്ച് അറിയുന്ന ആളെന്ന രീതിയിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ തിരുവമ്പാടി ദേവസ്വം അനുനയത്തിലെത്തി ഈ വെടിക്കെട്ട് അടക്കമുള്ള ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതായത് 3 മണിക്ക് തീരുമാനിച്ച ചടങ്ങാണ്, അവർ ഈ വെടിക്കെട്ട് സാമഗ്രികൾ നിറക്കുന്ന പരിപാടികൾ നടക്കും വിട്ടുനിന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇനി 1 മണിക്കൂർ വൈകി, ഇപ്പോൾ പറഞ്ഞ സമയത്തിൽ നിന്ന് 1 മണിക്കൂർ വൈകിയിരിക്കുകയാണ്. വീണ്ടും തിരുവമ്പാടി ദേവസ്വം അവരുടെ ഈ കടുത്ത നിലപാട് പിൻവലിച്ച് ഈ വെടിക്കെട്ടടക്കമുള്ള ചടങ്ങുകളിലേക്ക് വരികയാണെങ്കിൽ ഈ വെടിക്കെട്ടിന് ഏകദേശം എത്ര സമയമെടുക്കും? അതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി വന്നൊരു സമയം അത് എത്രയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകുമോ? അങ്ങനെ അനുനയത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്ര സമയം കൊണ്ട് വെടിക്കെട്ടിൻ്റെ വർണ്ണവിസ്മയങ്ങളിലേക്ക് കേരളക്കര പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൂരജ്? സുഹേൽ, ഈ വെടിക്കെട്ട് നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമായാൽ തന്നെ എന്തായാലും ഈ നേരം തീരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ സമയം ഇത്രത്തോളമായിരിക്കുന്നു, മണിക്കൂറുകൾ വേണം ഇത് ഈ ദേവസ്വത്തിനെയും ഈ വെടിക്കോപ്പുകളെല്ലാം തയ്യാറാക്കി എടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2 മണിക്കൂറെങ്കിലും സമയമെടുക്കും. അതായത് ഇത് ഇന്നും ഒരു തർക്കത്തിലേക്ക് പോലും വഴിതെളിച്ചതിന്റെ ഒരു കാരണം കൂടി അതായിരുന്നു. കാരണം ഈ പൂരത്തിന്റെ ചടങ്ങുകൾ തീരുന്നതിന് മുൻപ് തന്നെ ഇതിനു വേണ്ട കുഴി കുത്തണം, അതോടൊപ്പം തന്നെ കുറ്റിയടിക്കണം, അങ്ങനെയുള്ളവരെല്ലാം നേരത്തെ ചെയ്തു വെക്കേണ്ടതാണ്. അതിനെല്ലാം പോലീസ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതോടുകൂടി അത്തരം പ്രവർത്തികൾ പോലും ചെയ്യാത്തൊരു സാഹചര്യത്തിലേക്ക്, ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അപ്പോൾ ഇനി ഒരു വെടിക്കെട്ടിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ചെയ്ത് വരണമെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ എങ്കിലും എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ 4 മണിയായിരിക്കുന്നു, എന്തായാലും 6 മണി ഒക്കെ കഴിയും. എന്തായാലും അങ്ങനെയെങ്കിൽ ഈ പാറമേക്കാവിന്റെയും വെടിക്കെട്ട് വൈകാനുള്ള ഒരു സാഹചര്യത്തിനും സാധ്യതകളുണ്ട്. അതോടൊപ്പം ഇന്ന് തന്നെ ആയിരിക്കുമോ ഇത് നടത്തുക എന്നുള്ളത് സംബന്ധിച്ചും ഒരു തീരുമാനം വരേണ്ടതുണ്ട്. ചിലപ്പോൾ വൈകുന്നേരത്തേക്ക് മാറ്റാനുള്ള ഒരു സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നാളെ വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ മാറ്റാം, പക്ഷേ ഇന്ന് തന്നെ നടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 മണിക്കൂർ നേരം, ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയും, പ്രശ്നപരിഹാരം. അതായത് ഈ വെടിക്കോപ്പുകളെല്ലാം റെഡിയാക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചർച്ച പോസിറ്റീവ് ആണെങ്കിൽ ഈ ദേവസ്വം ഭാരവാഹികൾ അറിയിക്കുന്ന പ്രകാരം അല്പസമയത്തിനകം തന്നെ ഈ വെടിക്കെട്ടിനുള്ള പ്രവൃത്തികൾ ആരംഭിക്കും. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.